അനാമികയാണെങ്കിൽ ആകെ ദേഷ്യത്തിലായിരിക്കും. എന്നാ അങ്ങോട്ടേക്ക് രേവതി വന്ന് പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ ഇരുന്നാ മതിയോ? നിനക്ക് അനന്തപുരിലോട്ട് തിരികെ പോണ്ടേ? നിന്നെ വിളിക്കാനായിട്ട് ആനി വരുമെന്ന് തോന്നില്ല. നീ തന്നെ തിരികെ പോ. നാണം കെട്ട് തിരിച്ചു പോവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. മോളെ, നമ്മുടെ സാഹചര്യം നിനക്ക് നന്നായിട്ട് അറിയുന്നതാ. നാണക്കേടും മാനോ ഒന്നും നീ നോക്കണ്ട. നീ തിരികെ അങ്ങോട്ട് പോ. നീ ആയിട്ട് തന്നെയല്ലേ വാശിപ്പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ. അമ്മയ്ക്കപ്പോ ആ നന്ദു എന്നെ അടിച്ചതില് ഒരു സങ്കടവുമില്ലേ? മോളെ, അവൾ അടിച്ചു, അത് ശരിയാ. എന്ന് കരുതി നമുക്ക് അവൾക്ക് തിരിച്ചടിയൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഏത് കാലവും നിനക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? നീ അങ്ങോട്ട് ചെല്ല്. നമ്മുടെ ബാധ്യതകളെല്ലാം തീർക്കണമെങ്കിൽ നീ അനന്തപുരിലോട്ട് ചെല്ലണം. നീ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ കൂടുതൽ അടുക്കുന്നതേ ആ നന്ദു ആയിട്ടായിരിക്കും. അതിന് നീയായിട്ട് വഴി വെച്ച് കൊടുക്കണോ? അമ്മ എന്താ പറയുന്നേ? ഞാൻ അവിടെ ഉള്ളപ്പോഴും അവൻ അവളെ കാണാനായിട്ട് പോവാറുണ്ട്. അതാ മോളെ പറഞ്ഞത്. നീ അവിടെ ചെന്ന് വല്യമ്മയെയും നിന്റെ അമ്മായിമ്മയെയും സോപ്പിട്. എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. അമ്മ പറയുന്ന പോലെയൊന്നുമല്ല അവിടുത്തെ കാര്യം. അവിടെ ചെന്നാലേ അവിടുത്തെ കാര്യം അമ്മയ്ക്ക് നല്ലപോലെ മനസ്സിലാവൂ. ഇപ്പം എൻ്റെ കൂട്ടത്തില് എൻ്റെ അമ്മായിമ്മയും വല്യമ്മയും ഒക്കെ ഉണ്ട്. നാളെ ചിലപ്പോൾ അവരും എനിക്ക് എതിരായി മാറും. അതുവരെ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇപ്പൊ തന്നെ വല്യമ്മ ആ ലിവർ തന്ന പെൺകുട്ടിയുടെ പുറകെയാ. ആ പെൺകുട്ടിക്കായിട്ടേ 50 ലക്ഷം രൂപയുടെ ചെക്കാ ആദർശേട്ടന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നേ. അന്ന് എനിക്ക് കുറച്ച് ബ്ലഡെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. എന്നാ എനിക്കൊരു 10 ലക്ഷമെങ്കിലും കിട്ടിയേനെ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. മോളെ, നീ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം തിരികെ അങ്ങോട്ട് പോവാൻ. എല്ലാവരെയും മോള് കയ്യിലെടുക്കണം. ഈ പറയുന്ന അനിയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും. ആ കഴിവ് നയനയ്ക്കും നവ്യയ്ക്കും നല്ല പോലെയുണ്ട്. അതുകൊണ്ടല്ലേ നയൻ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ചെല്ലം സ്വർണവുമായിട്ട് അവളുടെ അടുത്തോട്ട് പോയത്. അവളെ തിരിച്ചേ അനന്തപുരിയിലോട്ട് കൊണ്ടുവരാന് അവര് ചെയ്തതാ അത്. അതുമാത്രമല്ലല്ലോ, ആദർശ് ഇപ്പോൾ പുതിയ വീട് വരെ എടുത്തു കൊടുത്തിട്ടുണ്ട്. നിനക്കവിടെ എന്താ ഉള്ളത്? അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഇനി നീ അനന്തപുരിയിലോട്ട് തിരികെ പോയാലും നിന്റെ ദേഷ്യവും വാശിയും ഒക്കെ അടക്ക്. എന്നിട്ട് നീ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ നയനെ പോലെ നീയും ആവാൻ ശ്രമിക്ക്. എനിക്ക് അവളെ പോലെ ഒന്നും ആവാൻ പറ്റില്ല അമ്മേ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും മോളെ, നമ്മുടെ ആവശ്യമല്ലേ അത് നടക്കണ്ടേ? നീ ഇവിടെ എത്ര കാലം വന്ന് നിൽക്കും? നീ അങ്ങോട്ട് ചെല്ല്. അച്ഛൻ ഇപ്പം തന്നെ കടം തലയ്ക്ക് മേലെയാ. നീ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ അച്ഛൻ്റെ കടം വീട്ടാൻ പറ്റൂ. നീ എന്തായാലും തിരികെ പോവാനുള്ള കാര്യം ആലോചിക്ക് എന്ന് രേവതി അനാമികയോട് പറയുന്നു. പിന്നീടായിട്ട് കാണിക്കുന്നത് സത്യങ്ങളെല്ലാം അറിഞ്ഞ് ദേവയാനി നയനയെ കാണാനായിട്ട് നയനയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങാണ്. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. ആദർശ് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ട് പോകാൻ ഒരുങ്ങാ? എനിക്ക് ഒന്ന് അമ്പലത്തിലോട്ട് പോകണം. അമ്മ തനിയാണോ പോകുന്നത്? തനിയെ മതി. ഇന്ന് എനിക്ക് തനിയെ പോകാനാ തോന്നുന്നത്. അതുകൊണ്ട് ആരുടെയും കൂട്ടം എനിക്ക് വേണ്ട. നിനക്കിന്ന് ഓഫീസിലോട്ട് പോണ്ടേ? അമ്മേ, ഞാൻ പോകാനായിട്ട് ഇറങ്ങാം. നയനയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? പെട്ടെന്ന് ആദർശ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിനമ്മേ, നയനയ്ക്കെന്താ കുഴപ്പം? നിന്റെ ഭാര്യ നയനയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് ലിവർ തന്ന പെൺകുട്ടിയുണ്ടല്ലോ, നയന. ആ കുട്ടിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാ ഞാൻ ചോദിച്ചേ. ഇല്ലമ്മേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല അമ്മ എന്താ ഇപ്പം അങ്ങനെ ചോദിച്ചേ? നീയല്ലേ പറഞ്ഞത് അവരേതോ യാത്രയിലാണ്. അപ്പം യാത്ര കഴിഞ്ഞ് തിരികെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആ കുട്ടിയെ കാണാനായിട്ട് പോവാലോ. അതുകൊണ്ട് ചോദിച്ചതാ. ആ, അവരിപ്പോഴും യാത്രയിൽ തന്നെയാ. എന്തായാലും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അമ്മയെ കൊണ്ടുപോയി ഞാൻ കാണിക്കാം. വേണ്ട, നീ ഇനി എന്നെ കൊണ്ടുപോയി കാണിക്കണ്ട. എനിക്ക് ആ കുട്ടിയെ കാണണ്ട. അതെന്താ അമ്മേ? വേണ്ട, കുറേ നാളായില്ലേ ഞാൻ പറയുന്നു. അതുകൊണ്ട് നീയായിട്ട് എനിക്ക് കാണിച്ചു തരണ്ട. അതെന്താ അമ്മേ? അല്ല, എനിക്കിപ്പോൾ ആ കുട്ടിയെ കണ്ടിട്ടെന്താ? ഞാൻ സ്നേഹത്തോട് കൊടുത്ത ആ 50 ലക്ഷം രൂപ പോലും ആ കുട്ടി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ആ കുട്ടിക്ക് പൈസയുടെ ആവശ്യമില്ല. പിന്നെ ആ കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ആ കുട്ടിക്ക് എന്നെയും കാണണ്ട, എനിക്ക് ആ കുട്ടിയെയും കാണണ്ട. അപ്പം പിന്നെ നിങ്ങളുടെയൊക്കെ ടെൻഷനും മാറിയല്ലോ. അമ്മേ, അമ്മയ്ക്ക് അതിൽ സങ്കടമുണ്ടോ? ഞാൻ അമ്മയ്ക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി കാണിക്കാത്തതിൽ എനിക്ക് യാതൊരു സങ്കടവുമില്ല. നീ ഇനി അതൊന്നും ആലോചിക്കണ്ട. എനിക്കിപ്പോൾ അമ്പലത്തിൽ പോയൊന്ന് പ്രാർത്ഥിക്കണം. ആ ശരി അമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് ദേവിയാനി മനസ്സ് ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മോനെന്തായാലും അഭിനയിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ നയനയാണ് എനിക്ക് ലിവർ തന്നെയെന്ന് ഇതുവരെ അവൻ എൻ്റെ അടുത്ത് തുറന്നു പറയാതിരിക്കുന്നേ. എന്തായാലും അവളെ പോയി കണ്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം എന്നൊക്കെ ദേവിയാനി ചിന്തിക്കുകയാണ്. ഇതേ സമയത്ത് നയനയും ഗോവിന്ദനും കമലയൊക്കെ കൂടെ സംസാരിക്കുകയാണ്. കമല പറയുന്നുണ്ട്, മോൾക്കിപ്പോൾ പണ്ടത്തെ പോലത്തെ സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. എന്തു പറ്റി? അത് മോൾക്ക് അനന്തപുരിലോട്ട് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ആഗ്രഹമുണ്ട് അമ്മേ. എന്നാലും അത് വേണ്ട. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആദർശേട്ടനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം.
എന്റെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് ആദർശേട്ടൻ ആകെ സങ്കടത്തിലാവും. അതിലും നല്ലത് ഞാൻ ഇവിടെ നിൽക്കുന്നതാ. ആദർശേട്ടൻ എപ്പോൾ വേണേ എന്നെ വന്ന് കാണാലോ. മോളെ, ഞാൻ പറഞ്ഞത് ദേവിയാനി ഇങ്ങോട്ട് വന്ന് മോളെ വിളിക്കണമെന്നാ. എന്നാ ആദർശിന് മോൾക്കൊരു ജീവിതമില്ലേ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അകന്ന് ജീവിക്കുന്നതിനോട് അച്ഛന് തീരെ താല്പര്യമില്ല. ഒരിക്കലും ആദർശമോന്റെ അമ്മ മോളെ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോൾക്ക് എന്തായാലും ആദർശിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ മോൾ തിരികെ അങ്ങോട്ട് തന്നെ പോ എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. എന്താ ഗോവിന്ദേട്ടാ, മോളുടെ ആരോഗ്യം ഒന്ന് ശരിയായി വന്നിട്ടേ ഉള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെയും വാക്കും ജോലികളൊക്കെ ചെയ്ത് മോൾക്ക് വീണ്ടും വയ്യാതായാലോ? അതൊന്നും വേണ്ട മോളെ. മോൾ ഇവിടെ തന്നെ നിന്നോ. ഞങ്ങൾക്ക് ഒരു ബാധ്യതയല്ല മോള്. കനകെ, എൻ്റെ മക്കളൊന്നും എനിക്കൊരു ബാധ്യതയല്ല. എന്നാലും മോളുടെ സങ്കടം കാണുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാ. ആദർശമായിട്ട് നല്ല പോലെ ജീവിക്കണമെന്ന് മോളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എന്നാ ദേവിയാനിയെ പേടിച്ചാ അങ്ങോട്ട് പോവാൻ മോള് മടിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. എൻ്റെ നവ്യയും നയനയും ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിന്നാലും അച്ഛനെ കൊണ്ട് നോക്കാൻ പറ്റുന്ന രീതിക്ക് മക്കളെ നോക്കും. ഇനിയിപ്പോൾ നവ്യനെ 7ാം മാസത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ചേച്ചിയുടെ കാര്യത്തിൽ അച്ഛാ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. ആ വീട്ടില് എല്ലാവരും ചേച്ചിക്കെതിരെയാ. പാവം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. അവളെടുത്തു അച്ഛൻ പറയുന്നുണ്ട് അവിടെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോന്നോളാൻ. പക്ഷെ മോൾ അവിടെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാ എന്താ മോളെ ചെയ്യാ? അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കാർ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് ദേവിയാനി ഇറങ്ങുമ്പോൾ പേടിച്ചായിരിക്കും ഗോവിന്ദനും കനകയും നയനയൊക്കെ നിൽക്കുന്നത്. മോളെ, മോളുടെ അമ്മായിമ്മയാണല്ലോ വരുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നത്തിനായിരിക്കോ? അമ്മ പേടിക്കാതിരിക്കുക എന്ന് നയന പറയുന്നുണ്ട്. അങ്ങനെ ദേവിയാനി ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയായിരിക്കും കയറി വരുന്നത്. നയനെ, നിനക്ക് സുഖമല്ലേ? ആ, സുഖ. അല്ല, നിനക്കെന്തോ വയ്യായുണ്ടെന്ന് പറഞ്ഞു. പനിയായിരുന്നു. കണ്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. പനി നേരവണ്ണം മാറിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. എന്തായാലും നീ ഇനി സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കാനാണോ ഉദ്ദേശം? അത് പിന്നെ ദേവിയാനി ചേച്ചി വിളിച്ചിട്ടേ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് ഞങ്ങൾ തന്നെയാണ് മോളോട് പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങളല്ലേ. അത് കാരണ എനിക്ക് നയനോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് ദേവിയാനി പറയാണ്. അമ്മ വാ, നമുക്ക് റൂമിലോട്ട് പോവാം എന്നും പറഞ്ഞ് റൂമിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ദേവയാനി നയനോട് ചോദിക്കുന്നുണ്ട്. നിന്റെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഇത് കേട്ട് നയനൊന്ന് ഞെട്ടുന്നുണ്ട്. അതെന്താ അമ്മേ? ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കാനേ ഒരുപാട് സമയമെടുക്കും. മനുഷ്യരാകുമ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. തെറ്റിദ്ധാരണയുടെ പുറത്ത് പല രീതിക്ക് പെരുമാറും. എന്നാൽ എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ അതെല്ലാം മാറും അല്ലേ നയനെ? ഇതൊന്നും മനസ്സിലാവാതെ നയൻ എങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും? അമ്മ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാവരും ചേർന്ന് മറച്ചു വെച്ച കാര്യം ഞാൻ അറിഞ്ഞു എന്ന് നയനോട് പറയാണ്. ഇത് കേട്ട് ദേവയാനിയുടെ കണ്ണും നയനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്തിനു നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? നീയാണ് എനിക്ക് ലിവർ തന്നെയെന്ന് എന്താരും എൻ്റെ അടുത്ത് പറയാതിരുന്നേ? അങ്ങനെ നയന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഞാനാ ലിവർ തന്നെയെന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെ പ്രതികരിക്കാമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാ ഒന്നും പറയാതിരുന്നത്. ആദർശും അച്ഛനും അമ്മയൊക്കെ നിന്നെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ എതിർത്ത് സംസാരിച്ചിരുന്നു. എന്നാ ഇതൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിട്ടാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇനി നീ ഇവിടെ നിൽക്കണ്ട. നീ എൻ്റെ കൂടെ അനന്തപുരിലോട്ട് വാ. ആദർശിൻ്റെ ഭാര്യയായിട്ട് നിന്റെ കൈ പിടിച്ച് എനിക്ക് അങ്ങോട്ട് കയറ്റണം എന്ന് ദേവയാനി പറയാണ്. ഒരുപാട് സന്തോഷത്തിലായിരിക്കും ദേവയാനി നിൽക്കുന്നത്. നയനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീടായിട്ട് ഗോവിന്ദനോടും കനകയോടൊക്കെ പറഞ്ഞ് നയനയെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ദേവയാനി നയനയെ ചേർത്ത് പിടിച്ച് അനന്തപുരിയുടെ പടി ചവിട്ടുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കാണുന്നുണ്ട്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുമായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും.